അറിയാലോ, പിന്നെ നീ ചുമ്മാ കൊഞ്ചല്ല മോന്തക്കിട്ട് അടിക്കൂട്ടോ. ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്കാണ്. നടനും ബിഗ് ബോസ് താരവുമായ ഷിയാസ് കരീമിനെതിരെ പ്രവാസി യുവതിയുടെ പരാതിയിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്തു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായാലേ കണ്ടിട്ട്. നിങ്ങളിത് കണ്ടോ? ഈ ഒരു സംഭവം ഞാൻ ഇപ്പോൾ ഇത് പാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു സംഭവം എൻ്റെ 2 ദിവസമാണ് കൊണ്ടുപോയി കളഞ്ഞത്. ഈ 2 ദിവസം മാറി നിന്നപ്പോൾ എന്തൊക്കെയാ ഈ ലോകത്ത് നടന്നത്? ഷിയാസ് ആണെങ്കിൽ എയറിലാണ്. എയറിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല. ഇപ്പോൾ ഒരുപാട് തെളിവുകൾ സഹിതം ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നു. പലർക്കും ടെൻഷനായിട്ട് പല കാര്യങ്ങളും എന്നോട് ചോദിക്കുന്നുണ്ട്. അനുമോള് സേഫാണോ, അവർ സേഫാണോ, ഇവർ സേഫാണോ എന്നൊക്കെ. നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? തെറ്റ് ചെയ്തവരല്ലേ ശിക്ഷിക്കപ്പെടുള്ളൂ. തെറ്റ് ചെയ്തത് ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരും എന്ന് വിശ്വസിക്കുക. പിന്നെ സജ്ജനയുടെയും ഫിറോസിൻ്റെയും കാര്യം, പിന്നെ നമ്മുടെ വിവാദ നായിക രേണുസുധി ലൈം ലൈറ്റിൽ തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ഒപ്പിക്കുന്നു. കിച്ചുവിൻ്റെ പുതിയ വിഷയം, അങ്ങനെ എന്തൊക്കെയാണ് ഈ 2 ദിവസം കൊണ്ട് നടന്നത്? എല്ലാ വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇന്ന് ഞാനിപ്പോൾ ഒരു വിഷയം എടുത്തിരിക്കുന്നത് ഷിയാസ് കരീമിൻ്റെയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്നത്തെ പോലെ ഗുരുമന്ത്ര അപ്ഡേറ്റ് വീഡിയോയുടെ അവസാനം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഹൈപ്പ് കൊടുക്കുക കേട്ടോ. ഷിയാസ് കരീമിനെതിരെ 60 വയസ്സ് പ്രായമുള്ള ഒരു മധ്യവയസ്ക ഒരു രംഗത്തെത്തിയിരിക്കുകയാണ്. അവർ മെയിനായിട്ട് പറയുന്ന 4 കാര്യങ്ങളാണ്. ഒന്ന്, അവരും ഷിയാസും തമ്മിൽ പ്രണയത്തിലായിരുന്നു, ഇഷ്ടത്തിലായിരുന്നു, സൗഹൃദത്തിലായിരുന്നു. പലതും അവർ പറയുന്നുണ്ട്. ഇഷ്ടത്തിലായിരുന്നു. പിന്നീട് വിവാഹ വാഗ്ദാനം വരെ ഷിയാസ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരസ്പരം ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ ഷിയാസ് പകർത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 65 ലക്ഷത്തോളം രൂപ ഇവരുടെ കയ്യിൽ നിന്ന് ഷിയാസ് തട്ടിയെടുത്തിട്ടുണ്ട്. അത് തട്ടമിട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു ജിമ്മ് തുടങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് ഇവരിൽ നിന്നും പൈസ ഷിയാസ് അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 65 ലക്ഷത്തോളമൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നീട് ഇവരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. പൈസ തിരിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദൃശ്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു സൈറ്റിൽ അങ്ങോട്ട് ഇടും. അത് പേടിച്ച് ഇവരൊന്നും പറയില്ലല്ലോ. പിന്നെ ഒരു പരാതിയായിട്ട് ഇവർ പോയി കഴിഞ്ഞപ്പോൾ ഷിയാസ് തന്നെ വെളുപ്പിക്കലുമായി സ്വയം വെളുപ്പിക്കാൻ വേണ്ടി ഷിയാസ് ഒരു വീഡിയോ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ വെളുപ്പിക്കൽ വീഡിയോ ഒക്കെ ഞാൻ വെക്കാട്ടോ. ഈ വെളുപ്പിക്കൽ വീഡിയോ വന്നതിന് ശേഷമാണ്, ഈ വെളുപ്പിക്കൽ വീഡിയോ ഒക്കെ ഇതിനോടൊക്കെ തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കാണും. ഈ ഒരു വീഡിയോ വന്നതിന് ശേഷമാണ് അവർ തെളിവ് സഹിതം അവരോട് ചെയ്തിരിക്കുന്ന ചാറ്റ്, ഷിയാസ് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ, അവർ പറഞ്ഞതൊക്കെ അവർ മ്യൂട്ടാക്കിയിട്ട് ഷിയാസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം പുറത്ത് ഇട്ടിട്ട് വന്നിരിക്കുന്നത്. ഇതിന് ഷിയാസിനെ ന്യായീകരിച്ച് ഒരുപാട് പേര് വരുന്നുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ കളിയുണ്ട്, അഖിൽമാരാരുടെ കളിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും വരുന്നുണ്ട്. ആരുടെയൊക്കെ കളി ഉണ്ടെങ്കിലും, ആരൊക്കെ ഇതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുണ്ടെങ്കിലും, ഒരുപക്ഷെ ശത്രുത കൊണ്ട് പലരും കളിച്ചിട്ടുണ്ടാവാം, സമ്മതിച്ചു. പക്ഷേ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേൾക്കുന്ന ശബ്ദം, പറയുന്ന വാക്കുകൾ, അത് ആരുടെയാണ്? ഷിയാസിൻ്റെ അല്ലേ? അപ്പോൾ ഷിയാസിനെ വിളിപ്പിക്കാൻ വരുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, നാണമുണ്ടോ? ഈ ശബ്ദം കേട്ടിട്ടും പിന്നെയും വെള്ളം പൂശാൻ എങ്ങനെ തോന്നുന്നു? ഷിയാസ് കരീമിന് പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്. ഏതെങ്കിലും ഒരു സ്ത്രീയെ പൊക്കിയിട്ട് ഷിയാസിനെ നാറ്റിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ശത്രു ഉണ്ടാവുമ്പോൾ മറ്റൊരാളെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടാകാം. പക്ഷെ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്തിനാ പേടിക്കണേ? നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലെ വന്ന് വെളുപ്പിക്കാൻ നിൽക്കരുത്, ഒഴിഞ്ഞു മാറിപ്പോണം. നമ്മൾ വലിയ പുണ്യാളനാണെന്ന് പറഞ്ഞ് വെളുപ്പിക്കാൻ നിൽക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇമാതിരി തോന്നിവാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തിട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു ന്യായീകരണമായിട്ട് അതിനെ വെളുപ്പിക്കാൻ കുറേ എണ്ണങ്ങൾ വരുമ്പോഴാണ് വെറും പുച്ഛം തോന്നുന്നു നിങ്ങളോടൊക്കെ. സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. ഇതിനോട് ഞാനും യോജിക്കുന്നു. ഇതാണ് സംഭവം. ഞാൻ ചുരുക്കി പറഞ്ഞതുള്ളൂ. ഒരു സ്ത്രീയുടെ, തൻ്റെ ഉമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ മറ്റുള്ള സൈറ്റിലിട്ട് നാറ്റിക്കുമെന്ന് പറയുന്നത് എന്തൊരു തരം താഴ്ന്ന പരിപാടിയാണ്. കുരുക്കുകൾ തീരുന്നില്ല ഷിയാസെ. ഓരോ കുരുക്കുകൾ ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുരുക്കുകളെല്ലാം ഷിയാസ് തന്നെ കെട്ടിയതാണ്. ആ കുരുക്കുകൾ അഴിക്കേണ്ടതും ഷിയാസ് തന്നെയാണ്. അഴിക്കുമോ അല്ലെങ്കിൽ ഇതിൽ കൊടുങ്ങുമോ എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയാം. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ സത്യം പുറത്തു വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ശബ്ദരേഖകൾ ഒരിക്കലും ആരും ഇമിറ്റേറ്റ് ചെയ്തിട്ടല്ലോ. ഷിയാസ് തന്നെ ആ മധ്യവയസ്ക ഉമ്മയുടെ പ്രായമുള്ള സ്ത്രീക്ക് അയച്ച മെസ്സേജുകളാണ്. ഷിയാസ് പറ്റിച്ചിരിക്കുന്നത് ആ ഒരു സ്ത്രീയെ മാത്രമല്ല, നിങ്ങളുടെ ഭാര്യയെ കൂടിയാണ്. പക്ഷേ എന്തോ ഷിയാസിൻ്റെ ഭാര്യ ഷിയാസിൻ്റെ കൂടെ തന്നെയാണ്. ഇവരെയാണ് അവരും കുറ്റം പറയുന്നത്. ഇതിന്റെ പിന്നിൽ എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇപ്പോൾ ഷിയാസ് കരീം ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീ ഷിയാസ് കരീം, താങ്കൾക്കെതിരെ ഗുരുതരമായ ഒരു പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. ഒരു പരാതിയല്ല, പരാതിയിൽ പല കാര്യങ്ങൾ, ഗൗരവതരമായ പല ആരോപണങ്ങളുമുണ്ട്. എന്താണ് താങ്കളുടെ വശം? എനിക്ക് കേരള പോലീസിനെയും ഇവിടുത്തെ ലോയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അത് ഫസ്റ്റ്. പിന്നെ ഈ കേസ് കള്ളക്കേസാണ്.
ഞാൻ ആരെയും റേപ്പ് ചെയ്തില്ല. കാരണം എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷം എനിക്കൊരു കുട്ടിയായിട്ട് ഞാൻ മാന്യമായിട്ട് ഇതിനു മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു പരാതി ഉള്ളത്. ഞാൻ സ്ത്രീകളെ വളരെ കെയർഫുൾ ആയിട്ടാണ് സംസാരിക്കുന്നതും പെരുമാറ്റവും എല്ലാം ഞാൻ വളരെ കെയർഫുൾ ആണ്. എന്റെ പേരിൽ ഇതുപോലെ തന്നെ ഒരു പരാതി വന്നതാണ്. അപ്പൊ എന്റെ പേരിൽ ഇതൊരു സ്ഥാപിക്കുന്ന പരാതിയാണ്, ഒരു കള്ളക്കേസ്. അത് ഇതിന് പിന്നിൽ ആക്ച്വലി ഞാൻ കഴിഞ്ഞ 3 ദിവസമായിട്ട് കുറച്ച് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഞാൻ ഒരു ഇത് കട്ടണി ഉണ്ട്. എനിക്ക് ഓൾറെഡി എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി. അപ്പോ ഈ പറഞ്ഞ എന്റെ പേരിൽ കേസ് കൊടുത്തു എന്ന് പറയുന്ന ആള് അപ്പോൾ സ്ത്രീകളുമായിട്ടുള്ള ഈ ഒരു പ്രശ്നം ആദ്യമായിട്ടല്ലാന്ന് ഷിയാസിനെ സമ്മതിച്ചു. ഇതിനു മുമ്പും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകളോടൊക്കെ ഞാൻ വളരെ മാന്യമായിട്ടും വളരെ സൂക്ഷിച്ചുമാണ് പെരുമാറുന്നതെന്ന്. ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട്. അതിൽ കൂടുതൽ തെളിവ് എന്താ വേണം, ഇനിയും തെളിവുകൾ വേണം. കാരണം ഇപ്പോൾ സ്ത്രീകൾക്കാണ് നിയമം സ്ത്രീകളുടെ കൂടെ നിൽക്കുന്നത്. ഒരു പുരുഷൻ ഇരയാക്കപ്പെടുന്നത് ഇതാദ്യമായിട്ടല്ല. ഇതിന്റെ സത്യം എന്താണെന്ന് അറിയണം. പക്ഷെ ഷിയാസിനെ സംബന്ധിച്ച് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു കുരുക്കിൽ പോയി പെടുന്നത്. ഇതിനു മുമ്പും ഇതുപോലുള്ളൊരു കേസ് ഷിയാസിന് വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ അത്രയ്ക്ക് ക്ലീൻ അല്ല. ഫാമിലിയുടെ അത്ര ബന്ധമുള്ള ആളാണ്. അതുപോലെ എന്റെ കുടുംബമായിട്ട് അറിയുന്ന എന്റെ വൈഫിനെ നിന്നും ഉമ്മാടെ കുറച്ച് സ്വർണ്ണം വാങ്ങി അത് തിരിച്ചു ചോദിച്ചപ്പോൾ ഞാൻ ഒട്ടി ഇവരുടെ പേര് കേസ് കൊടുത്ത ശേഷം ഇവര് എന്റെ പേരിൽ കേസ് കൊടുത്തേക്കാണ്. അത് പീഡിപ്പിച്ചു പറയുമ്പോൾ അതായത് ഷിയാസ് ആണോ പരാതിക്കാരിക്കെതിരെ ആദ്യം കേസ് കൊടുത്തത്? പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷൻ ഞാൻ പരാതി കൊടുത്താണ്. ഇവരെ സോഷ്യൽ മീഡിയയിൽ 6 മാസമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് എന്റെ എതിരെ ഭയങ്കര മോശമായിട്ട് ഞാൻ അവരെ കോടികൾ പതിനിച്ച് പറ്റിച്ചു എന്ന രീതിയിൽ അതിഭീകരമായിട്ട് എന്നെ ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള സാധനം സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഒരു തരത്തിലുള്ള താങ്കളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരം മോശം പെരുമാറ്റമോ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ ഒന്നുമില്ലാതെ അവർ സോഷ്യൽ മീഡിയയിൽ ഏകപക്ഷീയമായി ഇങ്ങനെ ഒരു കാര്യം താങ്കൾക്കെതിരെ ചെയ്യുകയായിരുന്നോ ഷിയാസ്? അതെ, ഞാനതാ പറഞ്ഞേ, എന്റെ ഫാമിലിയിൽ നിന്ന് സ്വർണം വാങ്ങിക്കുക. അത് ശരി. ഷിയാസ് പറയുന്നുണ്ട് 2 വർഷമായിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ എൻ്റെ കുട്ടിയൊക്കെ ആയിട്ട് ജീവിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഷിയാസിന് കുഞ്ഞ് ജനിക്കുന്നത്. വൈഫും കുഞ്ഞും ഒക്കെ ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള വളരെ സന്തോഷപൂർവ്വമായിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. കഴിഞ്ഞ 6 മാസമായിട്ട് ഈ സ്ത്രീ ഷിയാസിനെ ഭീഷണിപ്പെടുത്തുകയാണെന്ന്. ഈ സ്ത്രീ പറയുന്നത് ഷിയാസാണ് ഭീഷണിപ്പെടുത്തുന്നത്, പൈസ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പണമാണ് പ്രശ്നം. ചോദിച്ച ശേഷം ഇവരുണ്ടാക്കിയ പ്രശ്നങ്ങളാണിത്. അതിനുശേഷം ഞാൻ കേസ് കൊടുത്ത ശേഷം ഇവർക്ക് കോടതിയിൽ നിന്ന് നോട്ടീസ് കിട്ടിയ ശേഷം ഇവര് എന്റെ പേരിൽ കൊണ്ടുപോയി വ്യാജ പരാതി പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഓൾറെഡി എന്റെ പേരിൽ ഇങ്ങനത്തെ കേസ് ഉള്ളതുകൊണ്ട് ഷിയാസിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള ഒരു മോശം പ്രവണത ഇല്ലാതെ ഒരു കാര്യമില്ലാതെ ഈ ഒരു സ്ത്രീ 60 വയസ്സ് ഷിയാസിന്റെ ഉമ്മയുടെ പ്രായമുള്ള ഈ സ്ത്രീ വന്നിട്ട് ഷിയാസിനെതിരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ എത്തുന്നു എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മളെങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കും ഗൈസ്? ഈസിയാണ് എന്നെ അറ്റാക്ക് ചെയ്യാൻ ഇങ്ങനത്തെ കാര്യം പറഞ്ഞത്. അപ്പൊ പിന്നെ ഇതിന് പിന്നിൽ കുറച്ച് ആളുകളുണ്ട്, കുറച്ച് ആള് അത് പോട്ടെ, അത് നമുക്ക് വിഷയമല്ലേ, ആരും ചെയ്യാൻ. ബട്ട് ഞാനിതില് 100% ഞാൻ കോടതിയിലും എനിക്ക് പോലീസിലും അതിഭീകര വിശ്വാസമുണ്ട്. 100% ഞാൻ ഉറച്ചു നിൽക്കുന്നു. എന്റെ നിലപാടിൽ ഒരടി മാറ്റമില്ല. ഞാൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പരാതി. എന്റെ ഭാര്യയും ഞാനും കല്യാണം കഴിച്ചിട്ട് 2 വർഷം അടുത്തായി. ഇതിനിടയിൽ ഞാൻ ലിവിംഗ് റിലേഷൻഷിപ്പിന് പോകാനായിട്ട് എനിക്ക് സമയമില്ല. അതായത് ഞാൻ എവിടെ എന്തൊക്കെ പോകുന്നതെല്ലാം ഞാൻ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ വ്യക്തി എന്റെ കുടുംബമായിട്ട് അത്ര ബന്ധമുണ്ട്. അവരുടെ മകളെ കല്യാണം കഴിക്കുന്ന രീതിയിൽ അപ്രോച്ച് ചെയ്ത് അങ്ങനെ അത് അവരുടെ ബോയ്ഫ്രണ്ട് കൂടെ ആ സ്ത്രീയുടെ ബോയ്ഫ്രണ്ട് ഒളിച്ചോടി പോവുകയും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് സിമ്പതി അവരോടുണ്ട്. അത് എന്റെ ഭാര്യയ്ക്കും എന്റെ ഉമ്മയ്ക്കും എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനുശേഷം അവർക്ക് വീട് വാങ്ങണം എന്ന രീതിയിൽ ഞങ്ങളുടെ നിന്ന് കുറച്ച് സ്വർണ്ണം അതെല്ലാം ഞാൻ പിന്നെയാണ് അറിയുന്നത്. ഇവരായിട്ട് പ്രശ്നങ്ങളായ ശേഷമാണ് എന്റെ ഭാര്യ എന്റെ ഉമ്മയൊക്കെ എന്നോട് പറയുന്നത്. ശരി ഷിയാസ്, ഏതായാലും ഷിയാസിന്റെ വേർഷനാണ് നമ്മൾ കേട്ടത്. പീഡിപ്പിക്കാൻ എനിക്കതിന്റെ ആവശ്യമില്ല എന്ന് ഷിയാസ് വളരെ ചങ്കുറ്റത്തോടുകൂടി പറയുന്നുണ്ട്. ഇവര് ഈ 60 വയസ്സുള്ള ഉമ്മാടെ പ്രായമുള്ള ഈ ഉമ്മ, ഷിയാസ് ഉമ്മേനെ വെച്ചിട്ട് കമ്പയർ ചെയ്തല്ലോ. അപ്പോൾ ഉമ്മയുടെ പ്രായമുള്ള ഈ സ്ത്രീയെ ഷിയാസ് എന്തൊക്കെയാണോ ഫോണിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഷിയാസും പറയുന്നുണ്ട് ഇവനെതിരെ മനഃപൂർവ്വം കേസ് കെട്ടിയതാണ്, രാഷ്ട്രീയ അതിനകത്തുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞാൻ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എയറിലാണ്, അതിൻ്റെ പിന്നാലെയാണ് ഈ ഒരു സംഭവം, എൻ്റെ ഫാമിലിയായിട്ട് ഭയങ്കര കണക്ഷനുള്ള സ്ത്രീയാണ് ഇവർ, എൻ്റെ വൈഫിൻ്റെ കയ്യിൽ നിന്നും ഉമ്മയുടെ കയ്യിൽ നിന്നും പെങ്ങളുടെ കയ്യിൽ നിന്നും ഒക്കെ ഇവർ സ്വർണം വാങ്ങിയിട്ടുണ്ട്, അത് തിരിച്ചു ചോദിച്ചതിൻ്റെ പേരിൽ ഇവരെനിക്കെതിരെ ഒരു കേസ് കൊടുത്തു, അതിനു മുമ്പ് ഞാൻ ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പേരിലാണ് അവരിപ്പോൾ എനിക്കെതിരെ കേസുമായിട്ട് വന്നത്. സംഭവം ഷിയാസ് ഇവർക്കെതിരെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമുക്കൊന്ന് കാണാദ്യം. ആ വീഡിയോനെ തുടർന്നാണ് ഇപ്പോഴുള്ള ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്.
എൻ്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതാട്ടോ. ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് വേറെ. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ 1-2 വർഷമായി. എനിക്കൊരു കുട്ടിയുണ്ട്. ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളോട് ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു പേടിയുള്ളൂ. കാരണം ഇതിനു മുമ്പേ എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുൾ ആണ്. പിന്നെ ഈ സ്ത്രീക്ക് 10-60 വയസ്സുണ്ട്. അതുപോലെ എൻ്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ളൊരു സ്ത്രീയാണ്. അതായത് ചോട്ടൻ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു സംഭവം, ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കല്യാണത്തിനും എൻ്റെ എല്ലാ പരിപാടിക്കും, എൻ്റെ റിസപ്ഷൻ, എൻ്റെ അബുദാബിയിലെ പരിപാടിക്ക് എല്ലാ പരിപാടിയും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ഇവിടെ പിന്നെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല. കാര്യം ഇപ്പൊ കേസ് നിൽക്കല്ലേ, എനിക്ക് എഫ്ഐആർ ഒട്ടും അറിയില്ല. കേട്ടോ, ഇത് ഞാനൊരു ഇതാട്ടോ ഒരു ക്ലിയർ പറഞ്ഞാണ്. അപ്പോ സംഭവം എന്ന് പറഞ്ഞാല് എൻ്റെ ഭാര്യയിൽ നിന്നും എൻ്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങറയിൽ നിന്ന് വാങ്ങിച്ചു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. കാരണം എൻ്റെ ഫാമിലിയിൽ അത് ഷിയാസ് പറയുന്ന കാര്യമില്ല. അതിന്റെ തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ലല്ലോ. ഇപ്പോൾ കേസ് കൊടുത്തേക്കുന്നുണ്ട്, തെളിവുകൾ അവിടെ കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും. ഭാര്യയുടെയും ഉമ്മയുടെയും സിസ്റ്ററിൻ്റെയൊക്കെ സ്വർണ്ണം എടുത്തതിൻ്റെ തെളിവ് അവിടെ കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും. ഓക്കെ, സമ്മതിച്ചു. അത് ഷിയാസിൻ്റെ വീട്ടിൽ നടന്ന കാര്യം. പക്ഷെ ഇപ്പോൾ ഷിയാസ് പറഞ്ഞ കാര്യമുണ്ട്, എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്, എനിക്കൊരു കുട്ടിയുണ്ട്, ഇതിനു മുമ്പ് എനിക്ക് ഇതുപോലൊരു പീഡന കേസിൽ ഒരു പരാതി വന്നിട്ടുണ്ട്. പിന്നെ ഇവരെൻ്റെ വീട്ടിൽ നിന്ന് ഇത്ര സ്വർണ്ണമൊക്കെ മേടിച്ചു. എൻ്റെ കല്യാണത്തിനും എൻ്റെ ഉമ്മയുടെ പ്രായമുണ്ട് എന്ന് എടുത്തു പറയുന്നുണ്ട്. എൻ്റെ കല്യാണത്തിനും എൻ്റെ റിസപ്ഷനും എൻ്റെ പുറത്ത് അതിൻ്റെ എല്ലാ പരിപാടിക്കും ഇവർ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. അതായത് ഷിയാസിൻ്റെ ഫാമിലിയായിട്ട് ഇത്ര കണക്ഷൻ ഉണ്ട്, അത്ര അറ്റാച്ച്ഡ് ആണ് അല്ലേ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവരൊക്കെയാണല്ലേ അമ്മയും പെങ്ങളും തിരിച്ചറിയാൻ പറ്റാത്തവൻ എന്നൊക്കെ വിളിക്കുന്നത്. എനിക്കറിയില്ല. നിങ്ങൾ കേട്ടു നോക്കൂ, ഉമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയോട് ഇവൻ പറയുന്ന വാക്കുകൾ. ഉമ്മാടെ പ്രായമുള്ള സ്ത്രീയെ വിളിക്കുന്നതാണ് നീ എന്ന്. ഉമ്മാനെയൊക്കെ നീ എന്നാണോ ഷിയാസ് വിളിക്കുന്നത്? ഓ, അങ്ങനെയാണല്ലേ. ഫ്രണ്ട്സ് ആയിരിക്കും. അല്ല, ഈ ഷിയാസ് തന്നെയല്ലേ പറഞ്ഞത് എനിക്ക് ഭാര്യയും കൊച്ചൊക്കെ ഉണ്ട്, എനിക്ക് ഭാര്യയൊക്കെ ഉണ്ട്, എൻ്റെ കല്യാണം കഴിഞ്ഞ് 2-2.5 വർഷത്തോളമൊക്കെ ആയി. അപ്പോൾ ഈ എക്യുപ്മെൻറ്റ്സ് എടുക്കണം, അവിടെ പോകണം, ഇവിടെ പോകണം, അവിടെ അടക്കണം, ഇവിടെ അടക്കണം എന്നുള്ളത് ഭാര്യയായിട്ടല്ലേ ഡിസ്കസ് ചെയ്യണ്ടേ? അല്ലാതെ 60 വയസ്സ് പ്രായം ഉള്ള ഉമ്മാടെ പ്രായമുള്ള ഇവരുടെ കുടുംബത്തിലെ ഒരു ജോലിക്കാരിയോ അല്ലെങ്കിൽ ഒരു കുടുംബമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമോ? എന്താ ഷിയാസെ, കണക്കൂട്ടലൊന്നും ശരിയാവുന്നില്ലല്ലോ. മറ്റേത് കിട്ടാൻ അയക്കട്ടെ. എനിക്ക് ഈ 1-2 പിന്നെ 10-10 നന്നായിട്ടാ ഒരുമിച്ച് തന്നാൽ മതി, അല്ലെങ്കിൽ പണി പാടും. എന്തിട്ടാ മതി എന്ന് പറഞ്ഞേ? 1 ഇട്ടാ മതി, 10 ഇട്ടാൽ മതി എന്ന് പറയുമ്പോൾ ഇവർ സംസാരിക്കുന്നത് പൈസയെക്കുറിച്ചാണ്, എമൗണ്ടിനെ കുറിച്ചാണ്. 10 10,000 ആയിരിക്കില്ലല്ലോ. ജിമ്മിലേക്ക് വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ 10 ലക്ഷം വെച്ചിട്ടാൽ മതി എന്നൊക്കെയല്ലേ സംസാരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഷിയാസ് പറഞ്ഞു കള്ളക്കഥയാണ്, ഇവർ എൻ്റെ ഭാര്യയുടെയും എൻ്റെ ഉമ്മയുടെയും എൻ്റെ അനിയത്തിയുടെയും കയ്യിൽ നിന്നും സ്വർണം വാങ്ങിച്ചു കൊണ്ടുപോയി അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ എനിക്കെതിരെ കള്ളക്കേസുമായി വരുന്നതെന്ന്. ഇത് പറഞ്ഞതിൻ്റെ പിന്നാലെയാണ് ഇവർ ഈ റെക്കോർഡ്സൊക്കെ പുറത്തുവിടുന്നത്. അതായത് ഷിയാസ് അവരോട് പൈസ ചോദിക്കുന്നു. എന്താ ഷിയാസെ, തെളിവുകളൊക്കെ ഇങ്ങനെ ഷിയാസിൻ്റെ കയ്യിൽ മാത്രം ഉണ്ടാവുള്ളൂ റെക്കോർഡ്സ്? മറ്റു ഫോണിലും ഉണ്ടാകും റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസേ. എന്ത് പറ്റി? തെറ്റുപറ്റിപ്പോയോ? പണിക്കാശ് പടപടാന്ന് പണി ചെയ്ത് തീർക്കാലോ. രാവിലെ തന്നെ 10-35,000 രൂപ കൊടുത്താലും വീട്ടിലെ സൈഡിൽ പണിയെടുക്കുന്നുണ്ട്. പറഞ്ഞപ്പോ തന്നെ ഒരു 1 ലക്ഷം രൂപ അടുത്തായി. എന്തൊരു അവസ്ഥയാണ് പിടിച്ചോ. ഫിനാൻഷ്യലി സ്റ്റഡി ആവുന്നതിന് വീണ്ടും ഒരേ പണികളായിട്ട് വരും വീട്ടിലെ. ഈ ഫിനാൻഷ്യൽ പ്രോബ്ലം എല്ലാവർക്കും ഉണ്ടാകും ഇല്ലേ? അത് നമ്മൾ പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയാൽ നമുക്ക് വീട്ടാവുന്നതേ ഉള്ളൂ. ഈ ഫിനാൻഷ്യൽ പ്രോബ്ലം ഒരു ഉമ്മാടെ പ്രായമുള്ള ഒരു സ്ത്രീയോട് വിളിച്ചു പറഞ്ഞിട്ട് ഒരു ബന്ധമില്ലെന്ന് പറയുന്നു, ഒരു ബന്ധം അവിഹിതമൊന്നും ഇല്ലെന്ന് പറയുന്നു. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ട് അവരിൽ നിന്നും പൈസ തട്ടിയെടുക്കുന്ന ശബ്ദരേഖയാണ് നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. 1 ലക്ഷം രൂപ അത് എന്തിനു പോയിന്ന് അറിഞ്ഞില്ല. ഞാൻ പെട്ടിക്കടി, എൻ്റെ പൈസ ഒന്നുമില്ല. അല്ല, എന്താ വിളിച്ചേ? ഒന്നും കൂടി വിളിച്ചേ. പറയാൻ പറ്റും. ഓ,
എടിയോ? ഉമ്മാനൊക്കെ എടി എന്നാണോ വിളിക്കുന്നത്? ഉമ്മാടെ പ്രായമുള്ള ആ സ്ത്രീയൊക്കെ എടി എന്നാണോ വിളിക്കുന്നത്? ഇവർ തമ്മിലുള്ള ബന്ധം ഒന്നുമില്ല കേട്ടോ, ഇവർ തമ്മിൽ അവഹിതമൊന്നുമില്ല ഇവർ തമ്മിൽ. പൈസ ഇല്ല അതുമ്പോ മുപ്പതിനായിരം പണിയെടുക്കാന്ന് പോലെ ഓടിയതാ. ഇപ്പൊ 1 ലക്ഷം രൂപ അടുത്തായി. പണിക്കാശ് വാങ്ങാൻ തേങ്ങ ഒന്നും പറയണ്ട. ഇത് വീട്ടിലെ പണിയാണ് എൻ്റെ പൊന്നു ഷിയാസേ. പണിയില്ലെങ്കിൽ കൂലിപ്പണിക്ക് പോടാ, വയസ്സില്ലെങ്കിൽ. ഇമ്മാതിരി ഓരോരുത്തരെ പറ്റിച്ചുണ്ടാക്കാൻ നാണോല്ലടാ. വീട്ടിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പണി നടക്കുന്നുണ്ടായിരുന്നു. 35,000 രൂപ ആകുമെന്ന് പറഞ്ഞ് തുടങ്ങിയ പണിയാന്ന് 1 ലക്ഷം ആയെന്ന്. അതും ഇവരോട് ചോദിക്കുകയാണ്. പോയി കൊഞ്ചാതെ എന്നെ വരില്ലാന്ന്. മരണം വരെ ഞാൻ പറഞ്ഞു, നീ എന്റെ മരണം വരെ ഞാൻ നിന്റെ മരണം വരെ ഉണ്ടാവും. മരിച്ച പിന്നെ നമ്മൾ ആരും ശല്യപ്പെടുത്തില്ല. കൊഞ്ചല്ലടി കൊഞ്ചല്ലേ. എനിക്ക് ഞാനും എന്റെ കുടുംബം പിന്നെ ആരുള്ള ഞാന്ന് പറയാം. ഇപ്പൊ നിലവില് അത് പൊളിക്കും. നിർത്തടി ചലക്കാതെ. അതെ അതെ അതെ, ഞങ്ങൾ സെയിം പൈസ കേട്ടാ. അതെ, വേറെന്താ പരിപാടി? ഇക്കുന്നൊക്കെ പുറത്ത് ചാടിന് മുമ്പ് വീട്ടിൽ വിളിക്കുന്നട്ടാ. ഓക്കെ. അല്ല, 60 വയസ്സ് പ്രായമുള്ള ഉമ്മാടെ പ്രായമുള്ള ആള് ഷിയാസിനെ ഇക്കാന്ന് അല്ലെങ്കിൽ ഇക്കൂന്ന് വിളിക്കണമെങ്കിൽ ഷിയാസിന് അപ്പോൾ 60 മുകളിലുണ്ടോ? കണ്ടോ പ്രായം തോന്നിക്കില്ല കേട്ടോ. എന്ന് വിളിച്ചത് ഷ്യൂ. വിലയുള്ളതാണേ 20,000 രൂപ ഉണ്ട്. അപ്പൊ ഓർണ വിലയുള്ള സൺഗ്ലാസ് ഓർമ്മ വാങ്ങിച്ചിട്ടാൻ പറയാം. വിലയുള്ള വയ്ക്കണേ. എന്തായാലും അയക്കും. 10 ഒരുമിച്ച് കിട്ടാണെങ്കിൽ നമുക്ക് പരിപാടികൾ പെട്ടെന്ന് കൂടെ തുടങ്ങും. അതാണ് ഞാൻ പറഞ്ഞത്. ആ 2 ആഴ്ച വന്നു കഴിഞ്ഞാൽ പരിപാടി ഈസിയായിരിക്കും. ഇൻഷാല്ലാ അത് ജിമ്മ് എന്തായാലും ഞാൻ സെറ്റാക്കി. ഞാൻ നിന്റെ 20 ലക്ഷം രൂപയില് തീർക്കണമെന്ന് എന്റെ മനസ്സ് പറഞ്ഞാൽ ഇൻഷാല്ലാ അത് തീർക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പൊ കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ നമുക്ക് നീ എന്തായാലും ചെയ്തേ ഉള്ളൂ. ഈ 20 ലക്ഷം അവരുടെ അടുത്ത് മേടിക്കുന്നു. ഇനിയും കൂടുവാണെങ്കിലും ഇനി നീ എനിക്കതിൽ ചെയ്തു തന്നെ. ബാക്കി ടൈറ്റ് വരിയിരിക്കും എന്തായാലും. ഇൻഷാല്ലാ റെഡിയാക്കി എടുക്കണം. എന്തായാലും അവിടുന്ന് സാധനമൊക്കെ വാരി കൂട്ടി ഒന്ന് ഫിറ്റും ഇച്ചിരി പെയിന്റിങ് സ്പ്രേ പെയിന്റൊക്കെ ചെയ്യണം. കുറച്ചൊന്ന് വൃത്തിയാക്കണം. അതൊക്കെ ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കണം ഇൻഷാല്ലാ. ഓക്കെ. അത് അക്കൗണ്ട് വഴി 1 ലക്ഷം 10 ലക്ഷം 5 ലക്ഷമൊക്കെ അല്ലെങ്കിൽ 20 ലക്ഷമൊക്കെ ഇടുമ്പോൾ ഒരു സോഴ്സ് വയ്ക്കും. അതിനുമ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ നീ എനിക്ക് പൈസ തന്നിട്ട് ആവശ്യത്തിന് മാത്രം അക്കൗണ്ടിൽ ഇടുക. എന്നിട്ട് അത് അപ്പോൾ ട്രാൻസ്ഫർ. അപ്പോൾ നമുക്ക് പറയാലോ ജിമ്മിന്റെ വർക്കിന്റെ പൈസ അങ്ങനെ പറയാൻ പറ്റും. അതങ്ങനെ ചെയ്തോളൂ. അങ്ങനെ ചെയ്താൽ നല്ലത്. അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല എനിക്ക് കേട്ടോ. ശരി, നോമ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാല്ലാ. ഓക്കെ. ഞാൻ ടാക്സ് അടയ്ക്കാം. അടയ്ക്കണം, മണി പാടും. നീ പൈസ ആയിട്ട് തന്നായിട്ടോ. അക്കൗണ്ട് വേണ്ട. അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ കാണിക്കണം. അക്കൗണ്ട് വഴി വേണ്ട, റിസ്ക്കാ. അക്കൗണ്ട് വഴി ചെയ്തല്ലേ അവരുടെ കയ്യിൽ തെളിവുണ്ടാവും. അത് റിസ്ക്കാ. കൈ തന്നാൽ മതി. ഇപ്പോൾ ആരും അറിയില്ലല്ലോ. പിന്നെ റെക്കോർഡ് പിന്നെ ചോട്ടം മാത്രമല്ലേ ചെയ്യുള്ളൂ, മറ്റാരും ചെയ്യില്ലല്ലോ. മറ്റാരുടെ ഫുൾ റെക്കോർഡ് ഇല്ലല്ലോ. അപ്പോൾ ബാങ്ക് ട്രാൻസാക്ഷൻ വേണ്ട. അത് പ്രൂഫ്. കാണിക്കണം. എല്ലാം ചെയ്താൽ നമുക്ക് എല്ലാം ചെയ്യുമ്പോഴാണ് നല്ലത്. 10 ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിൽ വേണ്ട, കൈ തന്നാൽ മതി. കാര്യം അക്കൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് അടയ്ക്കണം. ജിമ്മോട് കഴിയുമ്പോൾ അത് അടയ്ക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും. ഞാൻ ഒന്നും പറയാനില്ല. ശരി, എക്യുപ്മെന്റ്സിന് കുറച്ച് അഡ്വാൻസ് കൊടുക്കാം. ഓക്കെ, ശരി. ഒരു സമയത്ത് എത്ര രൂപ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വലിക്കാൻ പറ്റും? ATM-ൽ നിന്ന് 1 lakh എടുക്കാൻ പറ്റുമോ ഒരു ദിവസം? എനിക്ക് ആ പേഴ്സണൽ ലോൺ ഒന്ന് ക്ലോസ് ചെയ്യണം. അത് 5 ലക്ഷത്തി സംതിങ് ഉണ്ട്. അത് ക്ലോസ് ചെയ്യണം. അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നും. വേറെ നമ്മുടെ കാർ ലോണോ അത് അടച്ചാൽ പോയിക്കോളും. കാർ ലോണോ ഹൗസ് ലോണോ അടഞ്ഞടഞ്ഞ് പോയിക്കോളും. എൻ്റെ ഉമ്മയും ഭാര്യയൊക്കെ താമസിക്കുന്നതല്ലേ. പക്ഷെ എനിക്കൊരു പേഴ്സണൽ ലോൺ ഉണ്ട് 5 ലക്ഷം. അതൊന്ന് ഞാൻ അടയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നോടി. പിന്നെ എനിക്കൊരു ജിമ്മ് തുടങ്ങണം. അതിനുള്ള എക്യുപ്മെൻറ്റ്സിന് അഡ്വാൻസ് കൊടുക്കാൻ നീ എന്നെ ഹെൽപ്പ് ചെയ്യുന്നോടി. എനിക്ക് ജിമ്മ് തുടങ്ങണം. എൻ്റെ ആഗ്രഹങ്ങൾ എന്നെ മൊത്തത്തിൽ നീ ചിലവ് നോക്കിക്കൊള്ളാം. പക്ഷെ ഞാൻ കെട്ടിരിക്കുന്നത് വേറെ പെണ്ണിനെയാണ്. പക്ഷെ നീ എൻ്റെ മരണം വരേണ്ട കൂടെ ഉണ്ടാവും. എൻ്റെ മരണം വരേണ്ട കൂടെ. എൻ്റെ മരണം വരെ ഞാനും, നിൻ്റെ മരണം വരെ ഞാനും, എന്താ നീയും. മരണം വരെ എന്തായാലും ഉണ്ടാകും. അത് കഴിഞ്ഞ് ശല്യം ചെയ്യില്ല. പിന്നെ അത് കഴിഞ്ഞ് ശല്യം ചെയ്താലും നമ്മൾ അറിയില്ലല്ലോ. എൻ്റെ പൊന്നു കോഴി. ജിമ്മിന്റെ പണി തുടങ്ങണം.
നോക്ക്, ഹെൽത്ത് ഈസ് വെൽത്ത്. നിങ്ങൾ ഹെൽത്ത് ശ്രദ്ധിക്കട്ടോ. അതായത് എന്ത് ചെയ്യാനാ മറ്റേ എന്താ ഷിയാസ് വിചാരിച്ചേ എന്തായാലും ഇവർക്ക് 10-60 വയസ്സുണ്ട്, ഇനി അത്ര നാള് പെട്ടെന്ന് അങ്ങോട്ട് കാഞ്ഞു പോകുമെന്ന് വിചാരിച്ച് ഷിയാസ് ഇങ്ങനെ കൊണ്ടുപോയി. പക്ഷെ ഈ പുള്ളിക്കാരി ഇങ്ങനെ ഒരു പണി ഒപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഫണ്ടിന്റെ കാര്യം ഞാൻ ഫോട്ടോ എടുത്തില്ല, അവരെടുത്തിട്ടുണ്ടോ? ഞാൻ നോട്ടെ അയച്ച. വേറെ വിശേഷം എവിടെയുള്ള എന്താല് എല്ലാം ഓക്കെ അല്ലേ? കുറച്ച് ഇത് വേണ്ടി കേട്ടോ, നമ്മള് തുടങ്ങാൻ പോണ പരിപാടി, പണി തുടങ്ങാനുള്ള പരിപാടിയാണ്. നീ അത് എനിക്ക് തന്നാൽ മതി പൈസ അക്കൗണ്ടിൽ ഉണ്ടോ? ട്രാൻസ്ഫർ വേണ്ടിയിട്ട് GST ഇഷ്യൂ തന്നാൽ ഞാനത് പതുക്കെ 10 തന്നാൽ മതി. പണി തീർക്കാൻ പറ്റില്ല. റെഡിയാക്കി പൈസ വേണത് എന്തായാലും റെഡിയാണ്. ഇൻഷാല്ല ഓക്കെ, സെറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തോളാം. ജിമ്മിൻ്റെ പരിപാടിയെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല. അപ്പം അതൊന്നും വിഷയമല്ല, അത് പണി നടക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാ. പൈസ ഫണ്ട് ഇടി നമുക്ക് പതുക്കെ മെഷീൻ അഡ്വാൻസ് കൊടുക്കാം. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാം. വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കുറച്ച് മാറ്റിന് അഡ്വാൻസ് കൊടുക്കണം. പിന്നെ അവിടെയുള്ള കുറച്ച് പെയിൻറ്റിങ്ങും പ്ലംബിങ്ങും വയറിങ്ങൊക്കെ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ മെഷീനുകൾ നമുക്ക് മാറ്റാം. ഒരു 2 ആഴ്ച അവർക്ക് അവധി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ മാറ്റി പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. നോമ്പ് കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഉദ്ഘാടനം വെക്കണം, മാളിനെ വർത്തിക്കാം. എൻ്റെ നല്ലതിലും ചീത്ത സമയത്തും നല്ല സമയത്ത് എപ്പോഴും കൂടെ ഉണ്ടായാൽ മതി. സപ്പോർട്ടായിട്ട് താങ്ങായിട്ട് തണലായിട്ടും. അത് അല്ലടാ, നിനക്ക് ഭാര്യയില്ലേ? ചീത്ത സമയത്തും നല്ല സമയത്തും നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ മാതാപിതാക്കള്, പിന്നെ ഭാര്യ അല്ലേ, ഇവരില്ലേ? പിന്നെ എന്തിനാണ് നിനക്ക് വേറൊരു ഉമ്മാടെ പ്രായമുള്ള വേറൊരു സ്ത്രീ? എന്നിട്ടിപ്പോൾ പറയണം അത് മധ്യവയസ്കയാണ്, അവർ വയസ്സായതുകൊണ്ട് ഉമ്മാടെ പ്രായമുള്ളൂ. പക്ഷേ അവൾ ഇവളെന്നൊക്കെ വിളിക്കും. പക്ഷെ എൻ്റെ മരണം വരെ എൻ്റെ കൂടെ ഉണ്ടാവണം. കാരണം ഇവൻ്റെ ചിലവ് നോക്കണം. ഞാനിങ്ങനെ വെറുതെ നടക്കും. ഈ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ അങ്ങോട്ടൊക്കെ തിരിഞ്ഞ് ഞാൻ നടക്കും. എന്നെ നീ നോക്കിക്കോളണം അങ്ങോട്ട്. എന്നെ മാത്രം, എൻ്റെ ഭാര്യനെ, എൻ്റെ ഇപ്പം ഒരു കുഞ്ഞു കൂടി ഉണ്ടായിരുന്നു, എൻ്റെ കുഞ്ഞിനെ കൂടി അങ്ങോട്ട് നീ നോക്കിക്കോണം. 60 വയസ്സ് പ്രായമുള്ള ആ മധ്യവയസ്കയായ സ്ത്രീയോട് പറയാണ്. ആ സ്ത്രീ പുറത്താണ്, അവരിങ്ങനെ അയച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ഇവന് വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിലാണ് ഇത് നടന്നത്. ഇത് ബോണസ് ആണ് കരുതിക്കോന്നേ. ഈ സംഭവമില്ല, ഇപ്പൊ കേസ്, ഒരു പീഡന കേസ് നിലനിൽക്കുന്നുണ്ട്, അതിന്റെ പിന്നാലെയാണ് ഇപ്പൊ ഇങ്ങനൊരു കേസും. ഇതങ്ങടെ ഒരു ബോണസ് ആണെന്ന് കരുതിക്കോന്നേ. എനിക്ക് ഒരു കുഴപ്പമില്ല, നീ എപ്പോഴും എൻ്റെ മരണം പോലെ ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് വരികയാണെങ്കിൽ നീ എൻ്റെ സന്തോഷത്തിനോടുണ്ടാവും, മണ്ണിടാനൊക്കെ ആയിട്ട്. നീ വരികയാണെങ്കിൽ ഞാൻ ഉണ്ടാവും, അത്ര മതി. അവൾക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പറയാൻ അങ്ങനെ ശ്രദ്ധിക്കും എന്ന് പറയണേ. ഏകദേശം അനീറ്റ് നമ്മുടെ അപ്പൂൻ്റെ ഗേൾഫ്രണ്ട് അവളെന്ന് പറഞ്ഞു, നജുമാൻ്റെ ഫ്ലാറ്റ് സ്റ്റാറ്റസ് ഫുള്ള് ഷിയാസ്കിയാന്ന് പറയും. അപ്പം ഞാൻ പറയാം എൻ്റെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവനൊന്നും ആലോചിച്ചു, അവൾ നജുമാക്ക് വലിയ ബോയ് ഫ്രണ്ടിലും ഉണ്ടോ, ഇടയ്ക്ക് തന്നെ ഈ ലവിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ ഇടാം. ഞാൻ പറഞ്ഞ പ്രാന്താന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞാണ് ജസ്റ്റ് ടോക്കൊന്നും അത്രേ ഉള്ളൂ. അവരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാണ്. നീ ലവ് ഒന്നും അതിൽ ഇടണ്ടെന്ന് പറഞ്ഞു. അത് നിൻ്റെ അതായത് രഹസ്യമായിട്ട് വെക്ക്. നീ എൻ്റെ ഫോട്ടോയ്ക്ക് ഇടക്കിടക്ക് ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുമ്പോൾ മറ്റുള്ളവർ ചോദിക്കുന്നു എന്താണ് ഷിയാസിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുന്നത്. അതെന്നെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണെന്ന് അങ്ങോട്ട് പറഞ്ഞു ഷിയാസ് എല്ലാവരോടും. പിന്നെ ലവിൻ്റെ സ്റ്റാറ്റസൊക്കെ ഇടുന്നു, ലവിൻ്റെ കോട്ട്സൊക്കെ ഇടുന്നു. അപ്പോൾ ആ ലേഡിക്ക് എന്താ വല്ല ലവ് ഉണ്ടോ ആരോടെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഷിയാസിൻ്റെ നേർക്ക് തിരിയുന്നു. മറ്റുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട്, കുടുംബമായിട്ട് ബന്ധമുള്ളവരാണല്ലോ. അപ്പോൾ ഈ സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ എല്ലാവരും കാണൂലേ. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ നീ സൂക്ഷിക്കണം കേട്ടോ, നീ അതൊന്നും ഇടല്ലേ, എൻ്റെ സ്റ്റാറ്റസ് ഒന്നും ഇടല്ലേ, എൻ്റെ ഫോട്ടോ ഒന്നും ഇടല്ലേ, നീ എനിക്ക് പൈസ അയച്ചെന്നാൽ മാത്രം മതി. നല്ല ആചാരം. എനിക്ക് ലവ് ഉണ്ടെങ്കിൽ നിന്റെ വായിലേ തരുന്നുണ്ട്, കുടിച്ചോ. അവളെ ശ്രദ്ധിക്കും എന്ന് പറഞ്ഞാൽ നീ ശ്രദ്ധിച്ചാൽ മതി. നോക്കാം, നിനക്കറിയാതെ അങ്ങനെ വേണ്ടിയിരുന്നു. അതിന് മോഹനൊക്കെ അവൻ ഇട്ടാൽ മതി. ഞാനങ്ങനെ ഒന്നുമില്ല, അത് ഒഴിവാക്കണമെങ്കിൽ അത് നിന്നെ ഭയങ്കര കാര്യമാണ്. ഉമ്മാനെ പോലെയാണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. അത് കുഴപ്പമില്ല, നീ നൈസായിട്ട് വിശ്വസില്ല, അങ്ങനെ വിചാരിക്കണ്ട. കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. ആയിക്കോട്ടെ, നീ മാതിരി സ്റ്റാർട്ടസ് പറഞ്ഞാൽ എൻ്റെ സാമാനം അടിച്ചാൽ പൊളിക്കും. എനിക്ക് മനസ്സിലാവില്ല, ഇത്തിരി ബുദ്ധിയില്ലായ്മയുണ്ട്. എൻ്റെ ഈ സ്റ്റാറ്റസുകളിലൊന്ന് കുറച്ചോട്ടോ. ആരും എൻ്റെ ഫോട്ടോ അധികമൊന്നും ഇടണ്ട, നമുക്ക് ചിലപ്പോൾ പണിയുണ്ട്. ഓക്കെ.
സ്റ്റാറ്റസുകളിലൊക്കെ കുറച്ചോട്ടോ, എൻ്റെ ഫോട്ടോ ഒന്നും അധികം ഇടണ്ട. പിന്നെ ഒരു ഉമ്മയുടെ പ്രായമുള്ള ഒരാളോട് പറയുന്ന വാക്കുകളാണ് നിങ്ങൾ കുറച്ച് മുമ്പ് കേട്ടത്. ഇവനൊക്കെ പണി ജിമ്മൊന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഉഷാറാവും. പെരുമ്പാവലായിട്ട് നല്ല ജിമ്മ നമ്മൾ ചെയ്യാൻ പോകണം. കുറച്ച് ഫിനാൻഷ്യലി നല്ല ഫണ്ട് ഇറക്കേണ്ടത് അത്രയാണ്. എന്തായാലും നമ്മൾ നോക്കുക, എന്തായാലും ചെയ്യും. എനിക്ക് ആ ഒരു പേഴ്സണൽ ലോൺ ഉണ്ട്, അതൊന്ന് ക്ലോസ് ചെയ്യണം. കാറില്ല ഓടിച്ചോടുന്ന ആൾക്കാരും കാറ്ററിംഗ് ആൾക്കാരും വിളിക്കും, ഞാൻ എടുക്കില്ല. എന്ത് തിരക്ക് നിനക്ക് വോയിസ് അയച്ചിടാനോ എന്തിനാൻ പാടില്ല, ഒരു തിരക്കില്ല. എൻ്റെ അടുത്ത് പറയുക വോയിസ് അയക്കാത്തല്ല. നിനക്ക് നിന്റെ ഇഷ്ടത്തിന് നീ ചെയ്ത് അത്ര തന്നെ. നീ എന്നോട് പറഞ്ഞില്ല എന്തിനാണോ അതൊക്കെ നിന്റെ ഇഷ്ടം ചോദിച്ചു. ആയിക്കോട്ടെ, നമ്മൾ ആരും ഇഷ്ടത്തിന് എതിരേക്കുന്നില്ലേ. ഞാൻ 20 കോഴിക്കോട് വരുന്നത് ഓക്കെ. ഞാൻ കാസർഗോഡ് മറ്റേ കേസിൽ ഞാൻ 20 പറഞ്ഞില്ലേ, അവള് നല്ല കുട്ടിയാണ്, പാവാണ്. അവൾക്ക് സ്നേഹം കിട്ടാതെ ബുദ്ധിമുട്ടും ഞാൻ കൊടുക്കും. എന്റെ സപ്പോർട്ടും വാലിറ്റി തന്നെ പകുതി നോക്കുക. നെറ്റ് എന്നെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ആ ജിമ്മ് ചെയ്യണം പോകാൻ. ജിമ്മ് ഉഷാറാക്കണം, കല്യാണത്തിന് ഗംഭീരാക്കണം. ഈ പൈസ നീ വേണ്ടാത്ത ആളുകൾക്ക് ആരും കൊടുക്കണ്ടല്ലോ. പൈസ നമുക്ക് ആവശ്യമുള്ളതാണ്. വളരെ കെയർഫുള്ളായി ചെലവാക്കണം. 2 ലക്ഷം എപ്പോൾ കിട്ടും? 16-ാം തീയതി ഞാൻ പോവും. മഹർ ഞാൻ എടുത്തിട്ടില്ല. എന്ത് ചെയ്യുന്നറിയില്ല. അവൾക്കൊരു ഐഫോണെങ്കിലും വാങ്ങിച്ചോണ്ടാവും, സമ്മാനമായിട്ട് ഗിഫ്റ്റ്. അത് ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഞാനിപ്പോൾ അവിടെ കടമൊക്കെ വാങ്ങിയിട്ടുള്ളൂ. എടോ മനുഷ്യ, സ്വന്തം ഭാര്യയ്ക്കുള്ള ഗിഫ്റ്റ് വരെ കാമുകീനെ കൊണ്ട് മേടിപ്പിക്കുന്ന ഇവൻ ലോക ദുരന്തോണല്ലെന്ന ദൈവമേ. വിഷമം തല കുടിച്ചിട്ട് ഇഷ്ടമുള്ള ആൾക്കാരും ഇപ്പൊ തല കുനിക്കുന്നില്ല, തല മുണ്ടിട്ടടങ്ങാം. തല കുടിച്ചിട്ടിരിക്കുക. നാട്ടിലും നമുക്കിതിന് നീ ഇതിനെ കുറച്ച് ഫണ്ട് സെറ്റ് ചെയ്യാം. എന്നിട്ട് ആ കുറേ ഇപ്പൊ ഞാൻ എന്താ പറയാ ഇത് ചെയ്യുന്നു. ഇവിടെ വലിയ കിട്ടാൻ വേണ്ട മറ്റാ ഇതിന് പൈസ ഒന്നും കിട്ടാൻ വേണ്ട. ഒരു 1-2 ലക്ഷം രൂപ. അതെ, മറ്റത് എത്ര ദിവസം കഴിയുമ്പോൾ കിട്ടുമെന്ന് പറഞ്ഞേ. പൈസ ചോദിക്കാത്ത അവൻ നീ അവനോട് ചോദിക്കേ. എനിക്കിങ്ങനെ ഒരു 10 lakh rupees ആവശ്യമുണ്ട് മുജി, അർജന്റാണ്. അങ്ങനെ നീ അവന് മെസ്സേജ് വോയിസ് ഇങ്ങനെ എനിക്കൊരു 10 lakh rupees ആവശ്യമുണ്ട്, അത്യാവശ്യമാണ്, എനിക്ക് മുജി അയച്ചു തരൂ, ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചിടാം എന്ന് അവനോട് പറയാം. അവൻ എന്താ പറഞ്ഞു നോക്ക്. 15-ാം തീയതിക്ക് മുന്നേ പർച്ചേസ് ചെയ്യണം ഗോൾഡ്. കാര്യം 16-ാം തീയതി ഞാൻ പോകൂലേ. 15-ാം തീയതിക്ക് ഉള്ളിൽ പർച്ചേസ് ചെയ്തിട്ട് പോകണം ഇവിടുന്ന്. അതെ, എന്തായി? റൂമിന്റെ പൈസ ചോദിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന ജോ. എനിക്ക് എന്റെ നെജുമ്മ സുന്ദരി അവരെക്കാളൊക്കെ. നീ മഹറൊന്നും പറയണ്ട. നീ ഒരു 10 ലക്ഷം രൂപ നിനക്ക് എനിക്കത് വേണ്ട, ഒരാവശ്യമുണ്ട് 10 ലക്ഷം രൂപ വാങ്ങിച്ചാൽ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. മാഷാ നടക്കട്ടെ. എനിക്കാണെങ്കിൽ ടെൻഷനായിട്ട് പോകും. രക്ഷരാവും. ഈ 10 ലക്ഷം രൂപ എനിക്കൊന്ന് പറയണ്ട. എനിക്കൊരു 10 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. ആരെ കൊണ്ടോ കടം മേടിപ്പിക്കുകയാണ്. അവൻ്റെ ഭാര്യയ്ക്കുള്ള ഗിഫ്റ്റ്, അവൻ താമസിക്കുന്ന ഹോട്ടലിൽ ബില്ലടക്കാനുള്ള പൈസ, സകല അവൻ്റെ ഹോം ലോൺ, കാർ ലോൺ, ജിമ്മ്, അത് ഇത് സകലമാണ്ട കാര്യത്തിനുള്ള പൈസ അവൻ ഇറക്കുന്നതിൻ്റെ വോയിസ് ക്ലിപ്പാണ് നിങ്ങൾ കേട്ടത്. ഇത് അവനെതിരെ, ഷിയാസിനെതിരെ ഈ ലേഡി കൊടുത്തിരിക്കുന്ന പരാതിയിൽ പോലീസിന് സമർപ്പിച്ചിരിക്കുന്ന ഹാജരാക്കിയിരിക്കുന്ന വോയിസ് ക്ലിപ്പുകളാണിത്. ഇതുപോലെ ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ നിങ്ങൾ ഇതിനോടകം തന്നെ കേട്ട് കഴിഞ്ഞു കാണും. ഞാൻ അൺകംഫർട്ട് ആയിട്ടുള്ള ഒരാളാണ്. സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ സ്ത്രീകളും മോശമൊന്നുമല്ല. മാന്യമായിട്ട് പെരുമാറുകയാണെങ്കിൽ, നമ്മളൊരു ബൗണ്ടറി ഇട്ടിട്ട് അതനുസരിച്ച് പെരുമാറുകയാണെങ്കിൽ, ഇപ്പോൾ സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും അതനുസരിച്ച് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഈ ലോകവും തെറ്റിയിരിക്കാൻ പോകുന്നില്ല. ഇത് വെള്ളരിക്കാൻ പാട്ടണമൊന്നും അല്ലല്ലോ. പക്ഷേ നീ സംസാരിക്കുന്നത് ഇമാതിരിയാണെങ്കിൽ നീ വേർക്കും. നീ ഒന്ന് സൂക്ഷിക്കണം, നല്ലതാണ് ഷിയാസെ. എനിക്കൊരു കംഫർട്ട് സോൺ ആയാൽ മാത്രമാണ് സ്ത്രീയാണെങ്കിൽ പുരുഷനായാലും ഞാൻ സംസാരിക്കുള്ളൂ.
ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൂടെ പ്രേമം നടിച്ച് കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞു, പൊട്ടന്മാരായ ആളുകൾ വിശ്വസിക്കും, വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ വിശ്വസിക്കാം എന്നെ പീഡനവീരെന്നോ അല്ലെങ്കിൽ പീഡിപ്പിച്ചോ എന്തോന്ന് പറയാം. വിദ്യാഭ്യാസമുള്ള എല്ലാ ആളുകൾക്കും അത് മനസ്സിലാക്കും. വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്കാണെങ്കിലും വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കാണെങ്കിലും നീ പറഞ്ഞിട്ടുള്ള ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാകും നിന്റെ ഉദ്ദേശം എന്തായിരുന്നെന്ന്. അവരുടെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, അവരുടെ കയ്യിലുള്ള പൈസ മാത്രമല്ല മറ്റുള്ളവരുടെ അടുത്തൊന്നും കൂടി പൈസയൊക്കെ അവരോട് ചോദിച്ച് മേടിപ്പിച്ച് എല്ലാം കൈക്കലാക്കി സുഖജീവിതം ഉള്ള ഇനോഗ്രേഷനും ഉള്ള വർക്കുകൾ കിട്ടുന്ന ചെറിയ ചെറിയ വർക്കുകളാണെങ്കിലും അതും നാട മുറിച്ച് അങ്ങോട്ട് ജീവിച്ച് ശിഷ്ടകാലം അങ്ങോട്ട് ജീവിക്കുക. 60 വയസ്സുള്ള ഉമ്മാടെ പ്രായമുള്ള ആ സ്ത്രീ ചാകുന്നവരെ അവൻ അങ്ങോട്ട് ജീവിക്കുക, സുഖം. ആഹാ, ഇവന് കുറേ ചിലവുകളുണ്ട്, ഭയങ്കര ചിലവാണ്. അയ്യോ, നിങ്ങൾ വിചാരിക്കണ പോലെ ചെറിയ ചെറിയ ചിലവൊന്നും അല്ല. ഈ ജിം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, ഇവന്റെ ചിലവുകൾ എന്തൊക്കെയാ നോക്ക്. എനിക്കുണ്ട് കാർ ലോൺ, ഹൗസ് ലോൺ, എനിക്ക് ഡെയിലി ഉദ്ഘാടനങ്ങൾ പരിപാടി ഉണ്ട്. എന്റെ വീട്ടിലെ കാര്യങ്ങളും കാറൊക്കെ ലോൺ അടഞ്ഞു പോകാനുള്ള വരുമാനം കിട്ടുന്നുള്ളൂ. ഈ ഉദ്ഘാടനത്തിന് വരുമ്പോൾ അത് കാശ് കിട്ടുന്ന വയ്ക്കണേ. നല്ല ഷർട്ട് പാൻറ് കിട്ടുന്ന അവരുടെ കാശുണ്ടെന്നാണ് എല്ലാവരും വിചാരം. എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്. ആർട്ടിസ്റ്റ് ആവെന്ന് വെച്ചിട്ട് ഞാൻ പറയട്ടെ, ഞാൻ പണ്ട് വലിയ ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് നടന്നാൽ ക്യാഷ് ഉണ്ടാവില്ല. പക്ഷെ ഷർട്ടും പാൻറ്റും ഇട്ട് നടന്ന് ഇതുപോലുള്ള മധ്യവയസ്കയുള്ള സ്ത്രീകളെയൊക്കെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാനായിട്ടും ഈ നല്ല വസ്ത്രങ്ങളും ഒക്കെ അതിന്റെ ഒരു സ്ട്രാറ്റജി ആയിരിക്കുമല്ല ഷിയാസ്. പെയിന്റിങ്ങും പ്ലംബിങ്ങും പണിക്ക് പോയിട്ടുണ്ട്. എനിക്കൊരു 2 ആഴ്ച 3 ആഴ്ച ഉദ്ഘാടനമില്ല. എനിക്ക് ഇനി പെയിന്റിങ്ങും പ്ലംബിങ്ങും പോകാൻ പറ്റില്ല. ഇതിന് അതിലും അന്തസ്സുണ്ടായിരുന്നു, ഇതിനേക്കാൾ അന്തസ്സുണ്ടായിരുന്നോ അതിന്? പ്ലംബിങ്ങോ പെയിന്റിങ്ങോ അറിയാവുന്ന പണിക്ക് പോന്നേ. എന്തിനാണ് ഇങ്ങനെയുള്ള വയസ്സായ സ്ത്രീകളെയൊക്കെ പറ്റിച്ച് അവരെ പൈസ തട്ടിയെടുത്ത് ഇങ്ങനെ ജീവിക്കുന്നത്? സ്വന്തം ഭാര്യയ്ക്കുള്ള ഗിഫ്റ്റ് വരെ വാങ്ങിച്ചു കൊടുക്കാൻ അവരുടെ നിന്ന് ഇറക്കുന്ന ഇവനെയൊക്കെ ഇതിലും അന്തസ് ഉണ്ടായിരുന്നല്ലോടാ. പെയിന്റ് പണിക്ക് ഓരോ പണിക്ക് അതിൻ്റെതായ അന്തസ്സുണ്ട്. അറിയാവുന്ന പണിക്ക് പോ. ഈ ഇനോഗ്രേഷൻ ചെയ്യുമ്പോൾ അധികം പൈസ കിട്ടുന്നില്ലെങ്കിൽ ആ പണി നിർത്ത്, അറിയാവുന്ന പണിക്ക് പോ. ആർട്ടിസ്റ്റ് ആക്കിയ വലിയ ബുദ്ധിമുട്ടാണ് അത്. പിന്നെ ഞാൻ ജിമ്മിൽ പോകണം. എന്തുകൊണ്ട് പോയിക്കൂടാ? പെയിന്റ് കയ്യിൽ വഴങ്ങൂലേ? അല്ല, സ്വാധീനം കുറഞ്ഞു പോയോ? നാട മുറിച്ച് കൈയുടെ സ്വാധീനം കുറഞ്ഞു പോയോ? വലിയ സെലിബ്രിറ്റി ആയല്ലോ അല്ലേ? വലിയ സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ വലിയ സെലിബ്രിറ്റികൾക്ക് പിന്നെ പെയിന്റ് പണിക്കൊക്കെ പോകാൻ എടാ, ഓരോ പണിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. വലിയ സെലിബ്രിറ്റി ആയെന്ന് കരുതി ബിഗ് ബോസിൽ പോയതോടുകൂടി ഇവൻ്റെ രാശി തെളിഞ്ഞു. ഈ ബിഗ് ബോസിൽ പോയ എല്ലാ കണ്ടസ്റ്റൻസും ഇങ്ങനെയാണല്ലോ. എല്ലാവരും അല്ല, കുറച്ച് പേര് ഇങ്ങനെയാണല്ലോ. എൻ്റെ പൊന്ന് ബിഗ് ബോസ് ടീമേ, ഇങ്ങനെയുള്ള അലവലാദികളെ പിടിച്ച് കണ്ടസ്റ്റൻ്റായി സെലക്ട് ചെയ്ത് ഒരു പേരുണ്ടാക്കി കൊടുത്തിട്ട് ഇവന്മാർ ആ ഫെയിം വെച്ച് എന്തൊക്കെ തൊട്ടിത്തരങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്. ആ ജിമ്മിൽ എനിക്ക് ഞാൻ എൻ്റെ ബിജുക്കാട് ജിമ്മിൽ പോകണം, നാടൻ ജിമ്മിൽ. അവിടെ പോയിട്ട് എനിക്ക് നാടൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് നല്ല ജിമ്മിൽ പോകണം, എനിക്ക് പ്രോട്ടീൻ ഫുഡ് വേണം. ഓ, ഇവന്റെ അഹങ്കാരം കണ്ടോ? ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞേ. ആ ജിമ്മിലൊന്നും എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് നല്ല ജിമ്മിൽ പോകണം. എനിക്ക് പുറത്തിറങ്ങും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. മേക്കപ്പ് ഞാൻ യൂസ് ചെയ്യുന്നില്ല, സൺസ്ക്രീൻ ഇടണം. വെയിൽ കൊണ്ടാൽ പൊള്ളും എൻ്റെ ഫേസ്. പിന്നെ നല്ല ഡ്രസ്സ് ഇടണം. ഞാനിപ്പോൾ ഒരു സ്ലിപ്പറും ഒരു നോർമൽ ഷർട്ടും പാൻറ് ഇട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആള് തന്നെ ഒരു നോട്ടത്തോടെ നോക്കും. ബുദ്ധിമുട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ. എടാ, ഓരോരുത്തർ ഡ്രസ്സിൻ്റെ വില കൂടിയ ഡ്രസ്സിൻ്റെ വില കൂടിയ ഷൂവിൻ്റെ വില കൂടിയ പെർഫ്യൂമിലോ അല്ല ഓരോരുത്തർ വിലയിരുത്തുന്നത്. ഓരോരുത്തരുടെ സ്വഭാവത്തിലാണ്, സംസാര രീതിയിലാണ്, മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയിലാണ് ഓരോരുത്തർ വിലയിരുത്തുന്നത്. ഈ വില എന്ന് പറയുന്നത് ചോദിച്ചു വാങ്ങിക്കേണ്ടതല്ല, അത് അറിഞ്ഞു കിട്ടേണ്ടതാണ്. അത് അറിഞ്ഞു കിട്ടാൻ വേണ്ടി വില കൂടിയ പെർഫ്യൂം വില കൂടിയ വസ്ത്രം ധരിച്ചിട്ടല്ല പോകേണ്ടത്. ഇവരിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് എൻ്റെ മനസ്സിലുണ്ടല്ലേ, വില കുറഞ്ഞ ഡ്രസ്സ്, വില കുറഞ്ഞ ജിമ്മ്, പെയിൻറ്റ് പണിക്കൊക്കെ പോകുന്നത് ഇവനെന്തോ വലിയ അഭിമാനമാണ്. ഈ പെയിൻറ്റ് പണിക്ക് പോകുന്നവരും ഈ പ്ലംബിംഗ് പണിക്ക് പോകുന്നവരൊക്കെ തന്നെയാണ് നിന്നെ ഈ നിലയിൽ എത്തിച്ചത്. ഈ ഇൻഡസ്ട്രിയിലേക്ക് എത്താൻ ഭയങ്കര ഈസിയാ. അതിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ഇവിടെ നിൽക്കാനാണ് ഏറ്റവും പാട്. ഇത്രയും ചെലവുകളുള്ള ഷിയാസിനെ വഹിക്കാൻ ആരെങ്കിലും വേണ്ടേ? ആ സ്പോൺസറാണ് ഈ സ്ത്രീ. അപ്പോൾ ഈ സ്ത്രീക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവനും കൊടുക്കും. ഇവന് പൈസ ചിലവില്ലല്ലോ, സ്നേഹം കൊടുത്താൽ മതിയല്ലോ. ഇതിനെ സ്നേഹം എന്നല്ല പറയേണ്ടത്, ഇതിനൊക്കെ വേറെയൊക്കെയാണ് പറയേണ്ടത്. ഷിയാസ് പറയുന്നത് ഷിയാസിൻ്റെ പേരിൽ ചമച്ച് വിട്ട കള്ളക്കേസാണ് ഇതെന്നാണ് ഷിയാസ് പറയുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം നിറഞ്ഞിട്ടുണ്ട്. മെയിൻ ചാനലുകളെല്ലാം തന്നെ ഈ ഒരു വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പം മൊത്തം നിറഞ്ഞു നിൽക്കുകയാണ്. നടനും ബിഗ് ബോസ് താരവുമായ ഷിയാസ് കരീമിനെതിരെ പ്രവാസി യുവതിയുടെ പരാതിയിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്തു. ും സാമ്പത്തിക വഞ്ചനയ്ക്കും ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. ജൂലിയറ്റ് സെബാസ്റ്റ്യനുണ്ട്. ജൂലിയറ്റ്, സർ, ഷിയാസ് കരീമിനെതിരെ കേസെടുത്തിരിക്കുന്നതെന്നാണ് ഏറ്റവും പുതിയ വാർത്ത പുറത്തു വരുന്നത്. പാലാരിവട്ടം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. അവർ സൂചിപ്പിച്ചതുപോലെ സ്ത്രീത്വത്തെ അപമാനിച്ചതിനും സാമ്പത്തിക വഞ്ചനയ്ക്കും ഭീഷണിപ്പെടുത്തി എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ്
ഈ കഴിഞ്ഞ 7 വർഷമായി കൊച്ചിയിൽ താമസിക്കുന്ന ബിസിനസ്സുകാരിയായ യുവതി പരാതിയുമായി പാലാരിവട്ടം പോലീസിനെ സമീപിച്ചത്. പരാതിയിൽ പറയുന്ന കാര്യം 2023 ജൂണിലാണ് ഷിയാസ് കരീമിനെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുത്തുന്നതും പരിചയം പിന്നീട് സൗഹൃദമായി മാറുകയും ലിവിംഗ് റിലേഷനിലായെന്നും പലപ്പോഴായി 49 ലക്ഷത്തോളം രൂപ ഷിയാസ് തന്റെ പക്കൽ നിന്ന് വാങ്ങിച്ചു എന്നുമാണ്. ഈ ജിമ്മ് തുടങ്ങണം, അതിൽ പങ്കാളിയാക്കാമെന്ന് വാഗ്ദാനം നൽകി, പിന്നെ ആജീവനാന്തകാലം ഒപ്പം നിർത്താമെന്ന് വാഗ്ദാനം നൽകി. തനിക്ക് ചില ആരോഗ്യ പ്രശ്നം ഉണ്ടായപ്പോൾ തനിക്ക് മറ്റൊരു വിവാഹം കഴിക്കണമെന്ന് ഷിയാസ് പറഞ്ഞു. അതിനിടയിലൊക്കെ ഈ ലൈംഗിക ചൂഷണം തുടർന്നു. തന്റെ അടുത്ത് നിന്ന് സാമ്പത്തികമായി തന്നെ ചൂഷണം ചെയ്തു, ലൈംഗികമായും തന്നെ ചൂഷണം ചെയ്തു എന്നതായിരുന്നു ഈ പ്രവാസിയായ യുവതിയുടെ പരാതി. ഇന്ന് രാവിലെയാണ് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. നേരത്തെയും ഷിയാസ് കരീമിനെ ഇതിനെതിരെ ഇത്തരത്തിൽ ലൈംഗിക ചൂഷണ പരാതിയൊക്കെ ഉയർന്നിരുന്നു. എന്നാൽ യുവതി തന്റെ പക്കൽ നിന്ന് പലതവണ പണം വാങ്ങിയിട്ടുണ്ടെന്നും അത് തിരികെ ചോദിച്ചപ്പോൾ കേസിൽ കൊടുക്കുമെന്ന് തന്നെ എന്നുമാണ് ഷിയാസ് കരീമിന്റെ ഇക്കാര്യത്തിൽ വന്ന ഒരു വിശദീകരണം. എന്തായാലും പോലീസ് കേസ് എടുത്തിരിക്കുകയാണ്. 45 ലക്ഷത്തിന് മുകളിൽ ഇവരിൽ നിന്നും പൈസ തട്ടിയെടുത്തിട്ടുണ്ട്. വേറെ വിവാഹം കഴിക്കണം, വീട്ടിൽ വേറെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചതിനെ തുടർന്ന് ഈ സ്ത്രീയെ വേണ്ടാന്ന് വെച്ചിട്ട് വേറെ വിവാഹം കഴിച്ചു. ഇതൊക്കെ കള്ളത്തരമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ രാഷ്ട്രീയത്തിന്റെ പ്രശ്നം ഷിയാസിന് നടക്കുമ്പോൾ തന്നെയാണല്ലോ ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ ചോറ് കഴിക്കുന്ന ഓരോ മനുഷ്യർക്കും എന്താ തോന്നുന്നത്? ചുമ്മാ കെട്ടിച്ചമച്ച് ചിലപ്പോൾ കുത്തിപ്പോക്കിയത് ഇവരൊക്കെ രാഷ്ട്രീയ പാർട്ടികളായിരിക്കാം, ആണെന്നല്ല, ആയിരിക്കാം. പക്ഷേ ഇതിലെ കഥാപാത്രം ഷിയാസ് തന്നെയാണല്ലോ. ഇതിലെ ഉള്ള ഓരോ ശബ്ദരേഖയും ഇങ്ങനെ ആവശ്യപ്പെടുന്നതും ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുന്ന ശബ്ദങ്ങൾ കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാമല്ലോ ഷിയാസ് തന്നെയാണ്. ഷിയാസിൻ്റെ ഉദ്ദേശം എന്താണെന്നും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞിട്ടുള്ള ഓരോ മനുഷ്യർക്കും മനസ്സിലായിട്ടുണ്ട്. ഷിയാസിന് ജീവിക്കാൻ പൈസ വേണം. ഇതിൽ ചിലർ പറയുന്നു അഖിൽ മരാർ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നതാണെന്ന്. ആയിക്കോട്ടെ, അഖിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കേൾക്കാം. എന്നെ കണക്ക് പെണ്ണ് പിടിച്ചിട്ടല്ല കേട്ടാ ഈ തൊലിക്കാൻ വെറുതെ ഷിയാസേ. നീ നാറുവേ, എന്റെ ഉമ്മ അടിച്ച് പുറത്താക്കിയത് നീ പെണ്ണ് പിടിച്ച കേസിൽ. നിന്റെ നാട് മുഴുവൻ നീ ഓത്ത് കിടക്കുന്ന പെണ്ണുങ്ങളുടെ കേസുകൾ മൊത്തം എന്റെ കിടപ്പുണ്ട്. ഇതിൽ 2 പെണ്ണുങ്ങളെ കൊണ്ട് ഞാൻ ഒരു പരാതി പിടിപ്പിച്ചാൽ മതി. നീ അകത്താണേ 2 പെണ്ണുങ്ങളെ ഏതെങ്കിലും ഷിയാസ് കൊണ്ടു നടക്കുന്ന ഏതെങ്കിലും 2 പെണ്ണുങ്ങളെ കൊണ്ട് കേസ് പിടിപ്പിച്ചാൽ മതി, ഷിയാസ് തീർന്നു. സത്യമുള്ളൊരു കാര്യമാണ്. സത്യം വെളിയിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ പലരിൽ നിന്നും പൈസ വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ചെയ്യാനുള്ള കാരണം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് അനുമോളുടെ പേരും ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 1,40,000 രൂപത്തോളം അനുമോളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അനുമോളും ഷിയാസും തമ്മിലൊരു സിസ്റ്റർ ബ്രദർ റിലേഷനാണ്. ഇപ്പോൾ ഏതൊരു പുരുഷനാണെങ്കിലും നമ്മളോട് എങ്ങനെ പെരുമാറുന്നു, നമ്മളെങ്ങനെ പെരുമാറുന്നു എന്നതനുസരിച്ചിട്ടായിരിക്കും നമ്മളോട് പെരുമാറുക. അല്ലെങ്കിൽ നമ്മളൊരു ബൗണ്ടറി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ക്രോസ് ചെയ്ത് ആരും വരത്തില്ല. അനുമോൾ ഒരു ബ്രദർ എന്ന രീതിയിൽ ഷിയാസിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയാണ്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഫണ്ട് വരും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഷിയാസ് പൈസ കടം ചോദിച്ചപ്പോൾ കൊടുത്തിട്ടുണ്ടാവുമായിരിക്കാം. അപ്പോൾ അതിനകത്ത് ഈ ഒരു പേര് എടുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഷിയാസ് ചെയ്ത തെറ്റിന് കല്ലേറ് ഷിയാസിൻ്റെ നേർക്ക് എറിഞ്ഞാൽ മതി, അതിനെ ഇപ്പുറത്തേക്ക് എറിയേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ചീത്ത സുഹൃത്തുക്കൾ ഉണ്ടായേക്കാം, അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചീത്ത സുഹൃത്തിലേക്ക് പോകുന്നില്ല. നമ്മളോട് അങ്ങനെ ആ ഒരു സുഹൃത്ത് അങ്ങനെ പെരുമാറിയിട്ടുണ്ടാവില്ലായിരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർ പറഞ്ഞു കേട്ട് നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. നമുക്കൊരു സുഹൃത്തുണ്ട്, ആ സുഹൃത്ത് മോശമാണ് എന്ന് മറ്റുള്ളവർ പറയുമായിരിക്കും. പക്ഷെ നല്ലൊരു സുഹൃത്താണ് നമ്മളെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ആളെ ഉപേക്ഷിക്കില്ല. സൗഹൃദം, കാരണം നമ്മളോട് നല്ല രീതിയിലായിരിക്കും പെരുമാറുന്നത്. അതിപ്പോൾ ബ്രദർ സിസ്റ്റർ റിലേഷൻ എന്ന രീതിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ സുഹൃത്ത് എന്ന രീതിയിലായിക്കോട്ടെ, നമ്മളോട് നല്ല രീതിയിലാണെങ്കിൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കും. പിന്നീടായിരിക്കും നമ്മൾ ഇങ്ങനൊരു പ്രശ്നം മറ്റുള്ളവരോടൊക്കെ ഇങ്ങനെ തൊട്ടി സ്വഭാവം ഒരു വ്യക്തി കാണിക്കുന്നുണ്ട്, അവർ നമ്മുടെ സുഹൃത്തായി പോയി എന്ന് കരുതിക്കൊണ്ട് ആ കല്ലേറ് നമ്മൾ മേടിക്കേണ്ട ആവശ്യമില്ല, അത് അവർക്ക് തന്നെ കൊടുത്തോളൂ. ഷിയാസ് ഇങ്ങനെ തൊട്ടിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഷിയാസ് കാണിച്ചിട്ടുള്ള ആൾക്കാർ ഇവരൊക്കെയാണ്. അപ്പോൾ അവർക്ക് അതറിയത്തുള്ളൂ ഷിയാസ് ഇങ്ങനെയുള്ള സ്വഭാവക്കാരനാണെന്ന്. ഇപ്പം എന്തായാലും തെളിവ് സഹിതം പുറത്തു വന്നു. ഇനി ഇത് മനസ്സിലാക്കിയിട്ട് ഷിയാസുമായിട്ടുള്ള റിലേഷൻ ആരൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നുള്ളതൊക്കെ അവരുടെ ഓരോരുത്തരുടെ തീരുമാനമാണ്. ഇതിൽ ഒരുപാട് പേര് എന്നോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരോടൊക്കെ ഞാൻ അപ്പോൾ തന്നെ അത് പറഞ്ഞിട്ടുള്ളത് നോ ഇഷ്യൂ എന്ന് തന്നെയാണ് എല്ലാവരോടും ഞാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും അനുമോൾ എന്ന് പറയുന്നൊരു വ്യക്തിയെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അനുമോൾ എങ്ങനെയാണ് എല്ലാവരോടൊന്നും ബ്രദർ സിസ്റ്റർ റിലേഷൻ പോലെയാണ് അവർ തമ്മിൽ. അപ്പോൾ ഒരു ബ്രദറിന് കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ അനുമോൾ പോയി കൊടുത്തിട്ടുണ്ടാവുമായിരിക്കാം, നമുക്കറിയില്ല. കൊടുത്തിട്ടുണ്ട്, അനുമോൾ ഇതുവരെ വന്ന് പറഞ്ഞിട്ടില്ല കൊടുത്തിട്ടുണ്ട്. ഷിയാസാണ് പറഞ്ഞത് അനുമോളുടെ കയ്യിൽ നിന്ന് 1,40,000 രൂപ വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളത് വോയിസിൽ പറയുന്നത്.
അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തെറ്റ് ചെയ്തവരുടെ മേത്തേക്ക് മാത്രം കല്ലെറിയാം, തെറ്റ് ചെയ്യാത്തവരുടെ മേത്തേക്ക് കല്ലെറിയാതിരിക്കാം. ഒരു സുഹൃത്ത് ഉണ്ടായിപ്പോയി എന്ന് കരുതിക്കൊണ്ട് ആ സൗഹൃദം മോശമാണെങ്കിൽ ആ സൗഹൃദം വിടുക. അല്ലാതെ ആ സുഹൃത്ത് നിൻ്റെ സുഹൃത്തായതുകൊണ്ട് നീയും അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കല്ലേ, ദയവ് ചെയ്ത് അത്തരത്തിലാക്കല്ലേ. എന്തായാലും ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. രാഷ്ട്രീയം ഉണ്ടാവാതിരിക്കാം, പലതും ഉണ്ടാവാതിരിക്കാം, എന്തൊക്കെ ഉണ്ടെങ്കിലും ഷിയാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ നാവിൽ നിന്നും വന്ന വാക്കുകൾ ഇതിനോടൊക്കെ തന്നെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇതൊക്കെ ഫേക്കാണെന്ന് പറയാനായിട്ട് ഷിയാസിന് പറ്റുമോ? ആ സ്ത്രീ ഉണ്ടാക്കിയെടുത്താണെങ്കിൽ ഷിയാസിൻ്റെ ശബ്ദമാണ്. ഇതിൽ നിന്നും ഷിയാസിന് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. ഇത് പെട്ട് ഷിയാസെ ഒരുപാട് കുരുക്കുകൾ ഷിയാസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വലിയൊരു കുരുക്കിലേക്കാണ് ഷിയാസ് പോയിരിക്കുന്നത്. ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ആര് വിചാരിച്ചാലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ പറ്റുന്ന ശിക്ഷ എന്താണോ അത് ഏറ്റു വാങ്ങിക്കാം. എന്തായാലും ഇനിയെങ്കിലും മണ്ടന്മാരാക്കാതിരിക്കുക ഞങ്ങളെപ്പോലെയുള്ള പാവം ജനങ്ങളെ. ഷിയാസ് എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ഒരു കേസിൽ നിന്ന് ഷിയാസ് ഓരോന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു. ഇതേപോലെ തന്നെ ഇതേ ടൈപ്പ് കേസ് തന്നെയാണ് പെട്ടത്. ഷിയാസ് ഒരു കണക്കിന് പെട്ടില്ലെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അതിനിടയിലാണ് ഇത് തീർന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഗുരുമന്ത്ര അപ്ഡേറ്റ് ഉണ്ടാകും. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ആ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ്. പലരുടെയും കയ്യിൽ, പല ഹീലേഴ്സിൻ്റെയും കയ്യിൽ, പല സെലിബ്രിറ്റീസിൻ്റെയും കയ്യിൽ നിങ്ങൾ ഈ ഒരു ബ്രേസ്ലെറ്റ് കണ്ടിട്ടുണ്ടാവും. ശ്രദ്ധിക്കാത്തായിരിക്കും, ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടാവും. ഇനി കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. ബ്രേസ്ലെറ്റ് ആയിട്ടായിരിക്കില്ല, ചിലപ്പോൾ ഒരു മാലയായിട്ടായിരിക്കും ധരിക്കുന്നത്. ഇനി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അതൊക്കെ ഉണ്ടല്ലോ സെലിബ്രിറ്റികൾ ചുമ്മാ കടയിൽ നിന്ന് വാങ്ങി ധരിച്ചതല്ല, അവർ ഹീൽ ചെയ്തിട്ടായിരിക്കും ധരിച്ചിട്ടുണ്ടാവാം. നമ്മുടെ ഗുരുമന്ത്രയിൽ നിന്ന് ഓരോ പ്രോഡക്റ്റ് മേടിക്കുമ്പോഴും റേക്കി ഹീൽ ചെയ്തിട്ടാണ് നമ്മൾ തരുന്നത്. റേക്കി ഹീലിംഗ് എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ധരിക്കണമെന്ന് അറിയാം. അപ്പോൾ ഈ ബ്രേസ്ലെറ്റ് വേണം എന്നുള്ളവർ നമ്മുടെ ഗുരുമന്ത്രയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് റേക്കി ഹീലിംഗ് ഒക്കെ ഫ്രീ ആയിരിക്കും. വേണമെന്നുള്ളവർ റേക്കി ഹീൽ ചെയ്ത് തന്നെ ധരിക്കുക കേട്ടോ. ചുമ്മാ വാങ്ങിച്ച് ധരിക്കാതെ റേക്കി ഹീൽ ചെയ്ത് തന്നെ നിങ്ങൾ ധരിക്കുക. അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് മാത്രമല്ല, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ പ്രോബ്ലമിനുള്ള സൊല്യൂഷൻ ആയിട്ടുള്ള സ്റ്റോൺസ് ഗുരുമന്ത്രയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്താണോ ആവശ്യം എന്ന് പറഞ്ഞ് തന്നെ ഓരോ സ്റ്റോൺസും ഓരോ ബ്രേസ്ലെറ്റ് ചോദിച്ച് വാങ്ങിക്കാം. ഇതൊരു ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് ആണ്. ഇത് 3 ടൈപ്പ് ഓഫ് സ്റ്റോൺ ആണ് ഈ ഒരു ബ്രേസ്ലെറ്റിലുള്ളത്. ടൈഗർ, ബ്ലാക്ക് ഓപ്സിഡൻ, ഹെമറ്റൈറ്റ്. നെഗറ്റീവ് എനർജി നീക്കം ചെയ്യുന്ന ഈ ഒരു ബ്രേസ്ലെറ്റ് ശരീരത്തിനും മനസ്സിനും ചുറ്റുമുള്ള എല്ലാ നെഗറ്റീവ് എനർജികളും മാറ്റാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. കൂടാതെ സംരക്ഷണം നൽകുന്നു. ദൃഷ്ടിദോഷങ്ങൾ പോലുള്ള മറ്റ് ആഭിചാര കർമ്മങ്ങളൊക്കെ നമുക്കെതിരെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുമെല്ലാം ഒരു പ്രൊട്ടക്ഷനാണ് ഈ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റിലെ സ്റ്റോൺസിൻ്റെ എനർജി നമുക്ക് നൽകുന്നത്. ടൈഗർ ഐ ഉണ്ടല്ലോ, ഇതിലുള്ള ടൈഗർ ഐ ഉണ്ടല്ലോ നമുക്ക് ആത്മവിശ്വാസവും ധൈര്യവും നൽകുന്നു. ഹെമിറ്റൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോൺ ഉണ്ടല്ലോ മനസ്സിനെ ശക്തമാക്കുന്നു. ഫോക്കസ്, കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നെഗറ്റീവ് എനർജി എല്ലാം നീക്കം ചെയ്യാനായിട്ട് ബ്ലാക്ക് ഒബ്സിഡിയനോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. പേടി, ടെൻഷൻ എന്നിവയൊക്കെ കുറയ്ക്കും. ആത്മവിശ്വാസത്തോടു കൂടി എന്ത് കാര്യവും മുന്നോട്ട് ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റോൺ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു പ്രൊട്ടക്ഷനാണ് കേട്ടോ. ദോഷകരമായ ആളുകളിൽ നിന്നോ അവസ്ഥയിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നു. ധൈര്യവും ശക്തിയും നൽകുന്നു. ജീവിതത്തിലെ ഏത് വലിയ വെല്ലുവിളിയാണെങ്കിലും ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എനർജി ഈ ഒരു സ്റ്റോൺസിനുണ്ട്. ധനം, ഭാഗ്യം, അതോടൊപ്പം തന്നെ വിജയങ്ങൾ നമ്മളെ ആകർഷിച്ച് എത്തുന്നു. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ എന്തൊരു കാര്യം ചെയ്യാൻ പുറപ്പെട്ടാലും അതിന് വിജയം ഉറപ്പാണ്. അങ്ങനെ സക്സസ് നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ എനർജിയുള്ള ഒരു ബ്രേസ്ലെറ്റാണത്. ഇത് റേക്കി ഹീൽ ചെയ്തിട്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് ഗുരുമന്ത്ര എത്തിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ റേക്കി ഹീൽ ചെയ്തിട്ടുള്ള കരിങ്ങാലി ബ്രേസ്ലെറ്റും ഫ്രീ ആയിട്ട് ഗുരുമന്ത്ര നൽകുകയാണ്. ഗുരുമന്ത്രയിൽ നിന്നും നിങ്ങൾ ഏതൊരു ബ്രേസ്ലെറ്റ് വാങ്ങിക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ എനർജൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റേക്കി ഹീൽ ചെയ്തിട്ടുള്ള ഒരു കരിങ്ങാലി ബ്രേസ്ലെറ്റ് സൗജന്യമായിട്ട് നൽകുകയാണ്. അപ്പോൾ ഒട്ടും തന്നെ താമസിക്കേണ്ട, ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടാം. പിന്നെ എപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ് വേണം നമ്മൾ ധരിക്കാൻ. നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് എല്ലാവർക്കും ഓരോരോ തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ആ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ടുള്ള ഓരോ എനർജിയുള്ള സ്റ്റോൺസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. എന്താണ് വേണ്ടതെന്നുള്ളത് ചോദിച്ച് വാങ്ങിക്കാം. ഇത് ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ആണ്. ഇത് തീർച്ചയായിട്ടും എല്ലാവരും ധരിക്കേണ്ട ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് ചെയ്യാം. മറക്കണ്ട, നമ്പർ നോട്ട് ചെയ്ത് എഴുതി വെച്ചു. ഒരു സ്റ്റോണും കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇപ്പോൾ ഗുരുമന്ത്രയിൽ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഇത് കണ്ടോ. ഇത് അട്രാക്ഷനാണ്.
ലവ് അല്ലെങ്കിൽ റെസ്പെക്റ്റ്, സ്നേഹം ഒക്കെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു മറ്റുള്ളവരുടെ. അതിനാണ് കേട്ടോ ഈ ഒരു ബ്രേസ്ലെറ്റ്. ഇതും റേക്കി ഹീൽ ചെയ്ത് തന്നെ നിങ്ങൾ ധരിക്കാം. നിങ്ങളുടെ എന്താ പറയുക, ബ്രേക്കപ്പ് ആയിട്ടുള്ള പല റിലേഷനും, അത് ഫ്രണ്ട്സിൻ്റെ ആയിക്കോട്ടെ, ഹസ്ബൻഡ് വൈഫ് റിലേഷൻ, നിങ്ങൾ അവർ എന്തെങ്കിലുമൊക്കെ ഒരു ചേർച്ച അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ആരോടും തുറന്നൊന്നും പറയാനായിട്ട് പലർക്കും താല്പര്യം ഉണ്ടാവില്ല. ഈ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങി ധരിച്ചാൽ മതി, എല്ലാം ഓക്കെ ആവും കേട്ടോ. അതിനുള്ള എനർജി ഈ സ്റ്റോൺസിനുണ്ട്. ഇത് റോസ് ക്വാർട്സ് ബ്രേസ്ലെറ്റ് ആട്ടോ. സ്നേഹവും കരുണയും വർദ്ധിപ്പിക്കുന്നു. ഹൃദയത്തിലെ സ്നേഹം, കരുണ, സഹാനുഭൂതി എന്നിവ വളർത്താൻ സഹായിക്കുന്ന ഒരു സ്റ്റോണാണിത്. ഹൃദയചക്രമില്ലേ, നമ്മുടെ ഹാർട്ട് ചക്ര, അത് ബാലൻസ് ചെയ്യാനായിട്ടും മാനസികമായി തുറന്ന മനസ്സും സന്തോഷവും നൽകാനായിട്ട് സഹായിക്കുന്ന ഒരു സ്റ്റോണാണിത്. മനഃശാന്തി നൽകുന്നു. സമ്മർദ്ദം, ദുഃഖം, ആശങ്ക എന്നിവയെല്ലാം കുറയ്ക്കുന്നു. ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ, അതായത് പ്രണയബന്ധം, കുടുംബ ബന്ധം, സൗഹൃദങ്ങൾ എന്നിവയ്ക്ക് മനസ്സിലാക്കി നമ്മളിലേക്ക് ആ ഒരു സ്നേഹം എത്തിക്കുന്നു. സെൽഫ് ലവ് വർദ്ധിക്കുന്നു, അതായത് സ്വയം വിശ്വാസവും സ്നേഹവും ഒരു സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ആക്സെപ്റ്റൻസ് വളർത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നു. നെഗറ്റീവ് എനർജി കുറയ്ക്കുന്നു, പോസിറ്റീവ് എനർജിയിലേക്ക് നമ്മളെ എത്തിക്കുന്നു. നന്നായി ഇപ്പോൾ ഉറക്കമൊക്കെ കുറവുള്ളവരൊക്കെ ഉണ്ടല്ലോ, ഇത് പില്ലോയുടെ അടിയിൽ വെച്ച് കിടന്നാൽ നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടും. അങ്ങനെ നമ്മളെ ബന്ധങ്ങളെല്ലാം സ്ട്രോങ് ആക്കാനും നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റും സ്നേഹമൊക്കെ തോന്നാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റോണാണിത്. ഈ ഒരു സ്റ്റോണിലെ എനർജി നമ്മുടെ എനർജിയെ അത്രത്തിൽ എത്തിക്കും. നിങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിക്കുക, നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് ലഭിക്കും. അതൊക്കെ അതിനുള്ളൊരു പവർ ഈ നാച്ചുറൽ സ്റ്റോണിന് ഉണ്ട്. 100% വിശ്വസിച്ച് നിങ്ങൾ ധരിക്കുക, തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരും. ഈ സ്റ്റോൺ വേണ്ടവർ കോണ്ടാക്ട് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഗുരുമന്ത്രയിൽ ഒരുപാട് പേരാണ് വിളിച്ച് ചോദിക്കുന്നത്, മെസ്സേജ് അയച്ച് ചോദിക്കുന്നത്. നിങ്ങളുടെ ആവശ്യം എന്താണോ അത് പറയുക, അതനുസരിച്ചുള്ള സ്റ്റോണാണ് നമ്മൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. വളരെ നിസ്സാര പ്രൈസാണ് ഗുരുമന്ത്രയിൽ ഓരോ പ്രോഡക്റ്റിന് പോകുന്നത്. റേക്കി ഹീലിംഗ് ഫ്രീ ആണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ വാങ്ങിക്കുന്ന ഓരോ ബ്രേസ്ലെറ്റിൻ്റെ കൂടെയും മറ്റൊരു ബ്രേസ്ലെറ്റ് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. അത് ഗുരുമന്ത്രയുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ കൂടെ, അതായത് ഒരു ബ്രേസ്ലെറ്റ് മേടിക്കുമ്പോൾ കരിങ്ങാലി ബ്രേസ്ലെറ്റ്, കരിങ്ങാലി ദൃഷ്ടിദോഷങ്ങൾക്കും പല അസുഖങ്ങൾക്കും പല നെഗറ്റീവ് എനർജിയിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മരമാണ് കരിങ്ങാലി. ആ മരത്തിൻ്റെ ബ്രേസ്ലെറ്റാണ് നമ്മൾ ഫ്രീ ആയിട്ട് റേക്കി ഹീൽ ചെയ്തിട്ട് ഈ ഒരു ബ്രേസ്ലെറ്റ് ഫ്രീ ആയിട്ടാണ് ഗുരുമന്ത്രയിൽ നിന്നും മറ്റേത് ബ്രേസ്ലെറ്റ് വാങ്ങിയാലും അവർക്ക് നൽകുന്നത്. അപ്പോൾ കോണ്ടാക്ട് ചെയ്യുക. ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താലും മതി. ഓരോ ബ്രേസ്ലെറ്റിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും അതിൻ്റെ റേറ്റും ഓരോ ബ്രേസ്ലെറ്റിൻ്റെ ഗുണങ്ങൾ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്ന ശേഷം നമുക്ക് ആവശ്യമുള്ള ബ്രേസ്ലെറ്റ് മാത്രമാണ് നമ്മൾക്ക് വാങ്ങിക്കേണ്ടത്. അത് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ്. ഓൺലൈൻ പേയ്മെൻറ്റ് ചിലവർക്ക് ഓൺലൈൻ GPay ഒന്നും ഉണ്ടാവില്ല, ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും അങ്ങനെ കുറേ ഇഷ്യൂസ് കുറേ പേര് പറയാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും എല്ലാവർക്കും